നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എപ്പോ വന്നു നിങ്ങള്? ഹൈ ജയ, സുഖാണോ? നിങ്ങള് രാവിലെ അമ്പലത്തിൽ പോയോ? വഴിപാടുകളൊന്നും മുടക്കാൻ പാടില്ലല്ലോ. അത് വേണം. എനിക്കും ചില വഴിപാടുകൾ ചെയ്യാനുണ്ട്. എല്ലാ സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിന് വേണ്ടിയുള്ളതാ. ഭാമയ്ക്ക് മറ്റാരോഗ്യ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല, ഭാവന ഒപ്പമുള്ളതുകൊണ്ട് അക്കാര്യത്തിലൊന്നും പേടിക്കാനില്ല. മായയും കൂടി വേണം, എന്നാലേ പൂർണ്ണാവൂ. ഞങ്ങളിപ്പൊ കണ്ടു മായേച്ചിയും ഭാവനയും കൂടെ ഭാമയെ എങ്ങനെയാ നോക്കുന്നതെന്ന്. ഭാവന നേരത്തെ തന്നെ തീരുമാനം എടുത്തിരുന്നു ഭാമയോടൊപ്പം കാണുമെന്ന്. പക്ഷെ ഇപ്പൊ ഒറ്റയ്ക്കായത് ഞാനാ. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്താൻ പറ്റൂ സൂര്യ. എന്താ ഭാമേ, എന്താ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ഏയ് ഒന്നുമില്ല ആന്റി. അങ്ങനെ പറയരുത് ഭാമേ. മോളെ അവിടെ നിർത്തിയതിന്റെ അല്ലേ എനിക്കറിയാം. അതെ ആന്റി, ആ ഒരു വിഷമം ഭാമയ്ക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും ഉണ്ട്. എന്നാ പിന്നെ പോയി മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? അതിന് അമ്പാലിക സമ്മതിക്കണ്ടേ? 2 ദിവസം നോക്കാമേ, എന്നിട്ട് എന്താ വേണ്ടതെന്ന് ആലോചിക്കാം. ആലോചിക്കാനൊന്നും ഇല്ല ചേച്ചി, പോയി മോളെ ഇങ്ങ് എടുത്തോണ്ട് വരണം, അത്ര തന്നെ. ആ, ഭാനു പറഞ്ഞതന്നെ ശരി. സമ്മതം ചോദിക്കാൻ നിന്നാൽ ഡിമാൻഡ് കൂടും. പറയാനും ചോദിക്കാനൊന്നും നിൽക്കണ്ട, മോളെ എടുത്തോണ്ടെങ്കിൽ വരണം. വരട്ടെ, ഞാൻ ആദ്യം അഭിയൊന്ന് വിളിക്കാം, പിന്നെ എന്താന്ന് വെച്ചാ ചെയ്യാം. നിങ്ങളെല്ലാരും ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇരിക്കെ ജയ, ഇരിക്കും മോളെ, ഇരിക്കെ. ഞാനിവിടെ നിന്നോളാം. ഭാമ ഇവിടെ സന്തോഷത്തോടെ നിൽക്കണമെങ്കിൽ മോളും കൂടി ഒപ്പം വേണം. അത് അമ്പാലികയെ പറഞ്ഞ് മനസ്സിലാക്കണം ഗായത്രി. ആ ആന്റിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ആന്റി, അവര് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാ. ഇങ്ങനെ ഉണ്ടാവും ആൾക്കാര്. മാനസ കണ്ടതൊന്നും ഒന്നുമല്ല. ഭാമയല്ലാതെ മറ്റൊരു പെണ്ണും ആ വീടിന്റെ പരിസരത്ത് പോലും പിന്നെ ചെല്ലില്ല. അത്രമാത്രം ദ്രോഹം ഭാമയോട് അവർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ചെയ്യുന്നതും അത് തന്നെയാവും. ഇനി എന്ത് ചെയ്യാനാ? ഇവളായിട്ട് സ്വയം കണ്ടെത്തിയ ബന്ധമല്ലേ? അതിലൊന്നും കാര്യമില്ല ഗായത്രി. ലോകത്ത് വേറെ ആരും സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നില്ലേ? ഇത് അമ്പാലികയുടെ അഹങ്കാരം കൊണ്ട് കാണിച്ചു കൂട്ടുന്നതാ. അഭിയെ ഭാമയിൽ നിന്ന് അകറ്റാൻ വേണ്ടി എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആന്റിക്ക് പറ്റിയിട്ടില്ല. അതിന്റെ ദേഷ്യം ഇന്നും കാണിക്കുന്നു. അല്ല, അപ്പൊ ഭാമയെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചതും അഭിനയായിരിക്കും അല്ലേ? അക്കാര്യത്തില് എനിക്കൊരു സംശയമില്ലമ്മേ. അതുകൊണ്ടാണല്ലോ ഭാമയ്ക്ക് വിലയിടാൻ അവരമ്മയെ തേടി വന്നത്. പക്ഷെ അതിലവര് പെട്ടുപോയി. കൈനീട്ടി വാങ്ങിയ ചെക്ക് തിരികെ ഭാമ കൊണ്ടുപോയി കൊടുക്കുമെന്ന് അവര് വിചാരിച്ചില്ല. അഭി അറിയാതെയാ അമ്മ ഓരോന്ന് ചെയ്തേ. ഇപ്പോഴും അഭി ഒന്നും അറിഞ്ഞിട്ടില്ല. അഭിയെ അറിയിക്കണമായിരുന്നു. എങ്കിൽ ഭാമയുടെ മോളെ അഭി അവിടെ നിർത്തില്ലായിരുന്നു. എന്റെ ജീവിതത്തിൽ അവരെ പോലൊരു സ്ത്രീയെ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അഭിയും ഭാമയും കരുതിയാണല്ലോ സൂര്യ ഞാനെല്ലാം ക്ഷമിക്കുന്നതും സഹിക്കുന്നതും. പക്ഷെ എന്നും അങ്ങനെ ആവണമെന്നില്ല. എന്തായാലും അഭിയെ വിളിച്ച് പറഞ്ഞിട്ട് മോളെ പോയി കൊണ്ടുവരാൻ നോക്ക്. ഞാൻ അഭിയെ വിളിച്ച് സംസാരിക്കാം. ഓഫീസിൽ നിന്ന് ഞാനിപ്പോരെ. മോളെ, എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം കേട്ടോ. ഈ മായ ഇതവിടെ എന്തെടുക്ക? മായേ, ഞാനിപ്പോരാ. ഞാനിപ്പോ വരാവേ. വിഷമിക്കണ്ട, മോളെ നമുക്ക് കൊണ്ടുവരാം കേട്ടോ. ഇതുപോലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനാ അവിടെ മാനേജറെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മാനേജറോട് പറയണം. ഓക്കെ? എന്താ സൂര്യ ആരോടാ ദേഷ്യപ്പെട്ടത്? സൂപ്പർവൈസർ യൂണിറ്റിലെ ഏതൊരു സ്റ്റാഫിന്റെ യൂണിയൻ പ്രശ്നമാണത്രേ. അപ്പൊ ഇഷ്യൂ ആണ്. അതെന്തോ ആവട്ടെ, ഇതൊക്കെ നോക്കാനാണല്ലോ മാനേജർ അവിടെ ഉള്ളത്. കമ്പനി ആകുമ്പോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. തീരെ നിവൃത്തിയില്ലാതാവുമ്പോ മാത്രം സൂര്യ ഇടപെട്ടാ മതി. അല്ല, അതൊക്കെ പോട്ടെ. ഞാനും ചോദിക്കട്ടെ, താൻ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാനാണോ തീരുമാനം? ഷെടാ, ഇത് നല്ല ചോദ്യമായി പോയി.
ഞാനെന്താ ഒരുപാട് ദിവസമായോ ഇവിടേക്ക് വന്നിട്ട്? എന്തോ എനിക്കങ്ങനെയാ തോന്നിയത്. സത്യം പറയാലോ, താനില്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ല. അത്രയ്ക്ക് മൂകതയാ ഞാൻ അനുഭവിക്കുന്നത്. സൂര്യ, ഒരു അച്ഛനാവണമെങ്കിലേ കുറച്ചൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ അറിഞ്ഞോ താൻ എന്നെ വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുമെന്ന്? അയ്യേ, ദേ മറ്റുള്ളവരാരും കേക്കണ്ട കേട്ടോ. പിന്നെ ഇതും പറഞ്ഞായിരിക്കും സൂര്യ കളിയാക്കുന്നത്. ആ, തനിക്ക് വേണ്ടി ആരെന്നെ കളിയാക്കിയാലും എനിക്ക് കുഴപ്പമില്ല. ഓ കൊള്ളാം, ആരും കേക്കണ്ട. ഒരു കാര്യം ചെയ്യ്, സൂര്യൻ കൂടി ഇവിടെ വന്നേക്ക്. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ അമ്മയുടെ വായിരിക്കുന്നത് ഞാൻ കേൾക്കണോ അല്ലേ? ഷെടാ, അല്ലാതെ ഞാനിപ്പോ എന്ത് പറയാനാ? ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ കേൾക്കോ? ആ, ആദ്യം കാര്യം പറ. ഒരു ദിവസം ഇവിടെയും 2 ദിവസം അവിടെയും തനിക്ക് നിന്നൂടെ? അങ്ങനെയാകുമ്പോ നമുക്ക് അകൽച്ച ഫീൽ ചെയ്യില്ലല്ലോ. ദേ, ഈ ഐഡിയ ആരും കേക്കണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താ? ഭാമയുടെ സ്ഥാനത്ത് വേറൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ താൻ അവിടെ പോയി നിൽക്കുമായിരുന്നു? അതെങ്ങനെയാ പോയി നിക്കോ? ആ, ആണല്ലോ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ? ഒരു ദിവസം ഇവിടെയും 2 ദിവസം അവിടെയോ? അതെ. പ്ലീസ് ഭാവന, സത്യമായിട്ടും താനില്ലാതെ എനിക്ക് പറ്റില്ല. സൂര്യ, ആന്റിക്ക് ഇപ്പൊ കുറച്ചെങ്കിലും എന്നോടുള്ള സ്നേഹം സൂര്യയായിട്ട് ഇല്ലാതാക്കണോ? ഞാൻ ഭാമയ്ക്കൊപ്പം ഉള്ളതാ ആന്റിയുടെ ഏറ്റവും വലിയ ആശ്വാസം, അറിയോ? ദേ, ഇത് നമുക്ക് വേണ്ടിയല്ലേ, നമുക്കൊരു കുഞ്ഞിന് വേണ്ടിയല്ലേ? അതൊക്കെ എനിക്കറിയാം. എന്നാലും ദേ, ഒരെന്നാലും ഇല്ല. സമയം കിട്ടുമ്പോ ഞാൻ അവിടെ വന്ന് നിന്നോളാം. പക്ഷെ സൂര്യ പറഞ്ഞ പോലെ ഒന്നും നടക്കില്ല. എന്നാ പിന്നെ 2 ദിവസം ഇവിടെയും 1 ദിവസം അവിടെ ആയാലോ? ദേ, ആന്റി കൊണ്ട് എന്നെ ഇവിടെ സ്ഥിരമായിട്ട് നിർത്തിക്കല്ലേ സൂര്യ. താൻ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. എന്നാ പിന്നെ ഒന്നും മിണ്ടാതിരിക്കുക. അയ്യേ, സൂര്യ ഇത്രയ്ക്കേ ഉള്ളോ? അതെ, തന്റെ കാര്യത്തിൽ ഞാൻ അത്രയ്ക്കേ ഉള്ളൂ. സൂര്യ, എനിക്കറിയാം ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോ സൂര്യ ശരിക്കും ഒറ്റപ്പെടുന്നുണ്ടെന്ന്. പക്ഷെ വേറെ നിവൃത്തിയില്ലല്ലോ സൂര്യ. ഇവിടെ ഞാനില്ലാതെ ശരിയാവില്ല. ഇപ്പൊ തന്നെ കണ്ടല്ലോ, ഭാമ ആകെ വല്ലാത്തൊരവസ്ഥയിലാ. അത് മോളെ പോയി കൊണ്ടുവന്നാ മാറിക്കോളും. ഇത് അതുകൊണ്ടൊന്നും അല്ല. പിന്നെ ഭാമയെ മറ്റെന്തോ ഒരു വിഷയം അലട്ടുന്നുണ്ട്. അല്ലാതെ മോളുടെ കാര്യമാവാനൊന്നും വഴിയില്ല. അത് തനിക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് മനസ്സിലാവും പോലെ അവളെ ഇവിടെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല സൂര്യ. നമ്മുടെ കുഞ്ഞിനെ സ്വന്തം ഉദരത്തിൽ സ്വീകരിക്കാൻ വേണ്ടി സന്തോഷത്തോടെ വന്ന ഭാമയല്ല ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. എനിക്കും അങ്ങനെ തോന്നി ഭാവന. അതാ ഞാൻ പറഞ്ഞത്, അവളെ മറ്റെന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. എന്നാ പിന്നെ തനിക്ക് തന്നെ നേരിട്ട് ചോദിച്ചൂടെ? ഞാൻ ദൂരെ കൂട്ടി ചോദിച്ചിട്ടുണ്ട് സൂര്യ. എന്തുണ്ടെങ്കിലും അധിക ദിവസം അത് എന്നിൽ നിന്ന് മറച്ചു വെക്കില്ല. സൂര്യ വാ. ഭാവന,